വെക്കേഷൻ കഴിയുന്ന വരെ ഇതേപോലെ അന്നക്കുട്ടിയും ചോക്കുട്ടിയും അപ്പുറവും ഇപ്പുറവും ഉണ്ടാവും കേട്ടോ സഹായിക്കാനായിട്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും എൻ്റെ ഈശോയെ, എനിക്കൊരു പിടിയില്ല. പക്ഷേ അങ്ങനെയല്ല, നമ്മൾ മുമ്പോട്ട് പോയല്ലേ പറ്റൂ. എന്നോട് എല്ലാവരും ചോദിക്കുന്നുണ്ട് റെസ്റ്റ് ഇല്ലേ ജിഫിന്ന്. പക്ഷേ റെസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. റെസ്റ്റ് എടുക്കാന്നുള്ള പരിപാടി ഇപ്പം എൻ്റെ ജീവിതത്തിലേ ഇല്ല. കാരണം നമുക്ക് മൂന്നാമതൊരു കുഞ്ഞും കൂടി വരുമ്പോൾ തന്നെ വീട്ടിലെ ജോലി, വീട്ടിലെ ക്ലീനിങ്, കുക്കിങ് എല്ലാം കഴിയുമ്പോൾ തന്നെ ഒരു വിധത്തിലാവും. പിന്നെ ഈ ചെടിയും കുറച്ച് ചെടിയും കാര്യങ്ങളൊക്കെ നമുക്കുണ്ടല്ലോ. കുഞ്ഞുങ്ങൾക്ക് പിന്നെ എന്തെങ്കിലും ഒരു അസുഖം വന്നത് മാറണവരേക്കും നമുക്ക് ടെൻഷനാണ്. നമ്മുടെ എൽസുനത വയറിന് ചെറിയൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അതിൻ്റെ മരുന്നെല്ലാം കൊടുത്ത് ഇപ്പോൾ കുറേ നേരം അവളുടെ കൂടെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് മുന്നാരിച്ചൊക്കെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് ദാ അലക്കാറുണ്ടായിരുന്നതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നമോള് വിരിച്ചോളാം എന്ന് പറഞ്ഞപ്പോഴത്തേനും ഞാൻ ദാ കുറച്ച് വീട്ടിലകത്ത് കുറച്ച് പണികളുണ്ടായിരുന്നു, അതെല്ലാം ചെയ്ത് വന്നു. അപ്പോഴേക്കും ബാക്കി അവർ ഒരു വിധത്തിലൊക്കെ അവൾ വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വന്ന് നമുക്ക് ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങയും തൈരും എല്ലാം കൂടിയൊക്കെ അരച്ചതാ വേഗത്തിലൊരു ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കി. സാമ്പാർ പിന്നെ രാവിലെ വെച്ചതിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ചൂട് സഹിക്കുന്നില്ല എന്നായപ്പോഴേക്കും തൊട്ടടുത്ത കടയിൽ നിന്ന് ഞാനും പിള്ളേരും കൂടി ഓരോ ഐസ്ക്രീം മേടിച്ചങ്ങോട്ട് കഴിച്ചു കേട്ടോ.